ഇതാരാണെന്ന് മനസ്സിലായോ? ഓണക്കാലമായ ഞങ്ങളുടെ മുറ്റത്ത് എല്ലാ കൊല്ലവും ഇതുപോലൊരു മാവേലി തമ്പുരാനെ കാണാൻ പറ്റും. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ? ഇതാണ് ചെതൽപുറ്റ്, ചെതലിൻ്റെ കൂട്. ഈ മണ്ണ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാവേലി ഉണ്ടാക്കാൻ പോണേ. ഈ വർഷം ചെതൽപുറ്റ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ച് അലയേണ്ടി വന്നു കേട്ടോ. ഈ ചെതൽപുറ്റാണെങ്കിൽ മുഴുവൻ കാട് കയറി ഇങ്ങനെ കിടക്കുമായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള പുല്ലൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ മണ്ണെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഈ പുല്ലിൻ്റെ വേരെല്ലാം ഈ മണ്ണിൻ്റെ ഇടയ്ക്കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം പെറുക്കി മാറ്റിയതിന് ശേഷമേ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റുള്ളേ. നമ്മൾ ഈ മണ്ണെടുക്കുന്ന സമയത്ത് ചെതലിന് കൂടുതൽ ഉപദ്രവിക്കാതെ നമ്മൾ നോക്കും കേട്ടോ. കാരണം അടുത്ത വർഷവും നമുക്ക് ഈ മണ്ണ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള മണ്ണെടുത്ത ശേഷം നമ്മളത് മൂടിയിടാറാണേ പതിവ്. അപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ചെതലുകൾ ഇത് പഴയ രീതിയിൽ ഈ ചെതൽപുറ്റ് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മണ്ണുമായിട്ട് നമ്മൾ മുറ്റത്തോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണേ. ഇതിനകത്ത് കുറേ വേരുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് നല്ല പാടുണ്ടായിരുന്നു. വേരെല്ലാം ശേഷമാണ് നമ്മളിങ്ങനെ കുഴയ്ക്കുന്നത് കേട്ടോ. ഏകദേശം ഇതാ ഈ ഒരു പരുവത്തിലാകുന്ന വരെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇതിനകത്ത് നമ്മൾ പശയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ വെറുതെ പച്ചവെള്ളം ഒഴിച്ച് കുഴയ്ക്കുക കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പലക എന്തെങ്കിലും സംഘടിപ്പിച്ച് അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ മാവേലി ഉണ്ടാക്കണ്ടേ. മാവേലി ഉണ്ടാക്കുന്നയാൾ മമ്മിയാണ് കേട്ടോ. ഇത് നേരത്തെ തൊട്ട് മമ്മി ഇങ്ങനെ മാവേലി ഉണ്ടാക്കും കേട്ടോ. ക്രിസ്മസ് പപ്പായ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ സമയത്ത് ഇങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഓണക്കാലം ആകുമ്പോഴത്തേനും എന്നാ മാവേലി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അനിയനും കൂടെ ഇങ്ങനെ മമ്മിയുടെ പുറകെ നടക്കുന്നതൊക്കെ. ഇങ്ങനെ നമ്മൾക്ക് മണ്ണെടുക്കാൻ പോകാനും അതിങ്ങനെ കുഴച്ചുണ്ടാക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ മണ്ണ് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോഴത്തേനും കല്ലൊന്നും ഇല്ലല്ലോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ക്ലേ കൊണ്ടുണ്ടാക്കുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി അതവിടെ ഇരുന്നോളും. മമ്മി ഇതുണ്ടാക്കാൻ വലിയ സമയമൊന്നും എടുക്കുകയല്ലോ കേട്ടോ. ഇത് ഒരു 10 മിനിറ്റും കൊണ്ട് മമ്മി ഇത് സെറ്റാക്കും. പിന്നെ ഓർണമെൻറ്റ്സും കിരീടവും കുടയൊക്കെ ഉണ്ടാക്കാനാണ് പിന്നെ സമയം വേണ്ടത്. ഇതിപ്പം മാവേലിയുടെ വയറ് വരെയൊക്കെ ആയിട്ടുണ്ട്. ഇനി മമ്മി തല വെക്കാൻ പോവുക. ഇത് കാണുമ്പം നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്ര എളുപ്പമല്ല കേട്ടോ. എനിക്കൊന്നും ഇതിങ്ങനെ ക്ഷമയോടെ ഇരുന്ന് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കണേ ഇങ്ങനത്തെ മണ്ണ് തന്നെ കിട്ടണം കേട്ടോ. നമ്മുടെ സാധാരണ മണ്ണ് കഴിച്ച് ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ചെതലിൻ്റെ ആ മണ്ണ് തന്നെ വേണം. നമ്മളെല്ലാ വർഷവും സ്ഥിരമായിട്ടെടുക്കുന്ന ഒരു ചെതൽപുറ്റുണ്ടായിരുന്നു. അത് ഈ വർഷം അവിടെ ചെതലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മണ്ണും കിട്ടിയില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ തപ്പി ചെന്നപ്പം ഇത് കിട്ടിയതാണ്. എല്ലാ വർഷവും ഇത് ഉണ്ടാക്കേണ്ടി വരുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഇത് മണ്ണല്ലേ, അപ്പോൾ വിള്ളലൊക്കെ വരും. ഇരിക്കും അടുത്ത വർഷം വരെ, എന്നാലും പുറത്ത് അവിടെ ഇവിടെയൊക്കെ മണ്ണല്ലേ, വിണ്ടിരിക്കുവേ. അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഭംഗി കിട്ടിയല്ല. അപ്പം മമ്മി എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാക്കും. പിന്നെ വെയിലൊന്നും അടിക്കാതെ സൂക്ഷിച്ചൊക്കെ വെക്കുവാണെങ്കിൽ ചിലപ്പം വെള്ളാതാക്കി ഇരിക്കുമായിരിക്കും കേട്ടോ. നമ്മളങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഓണമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ തരണേ, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. മമ്മി ഇപ്പം മാവേലിയുടെ കയ്യാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു മനുഷ്യൻ്റെ രൂപമൊക്കെ ആയിട്ടുണ്ട് അല്ലേ. ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞ് ഇനിയാട്ടോ പാട്. ഇനി വിരൽ, കണ്ണ്, മൂക്ക്, ചെവി അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളല്ലേ ഉണ്ടാക്കണ്ടേ. ഇവിടെ ഒരാൾ മാറിയിരുന്ന് കുറച്ച് മണ്ണ് ചോദിച്ചെടുത്തുകൊണ്ട് പോയി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ മുഴുവൻ മണ്ണാക്കാതിരിക്കാൻ ഞാനൊരു പലക വെച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യിലിങ്ങനെ കുറച്ച് മണ്ണെടുത്ത് ഉരുട്ടി ഉണ്ടാക്കുന്ന വിരളാണ് കേട്ടോ. അങ്ങനെ ഒരു കൈ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി മാവേലിയുടെ മുടി വെച്ചുകൊണ്ടിരിക്കുകയാണേ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങ് വെച്ചാൽ മതി കേട്ടോ, ഒട്ടിയിരുന്നോളൂ. എന്നിട്ട് ഈ മണ്ണുണങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. 2-3 ദിവസത്തിനകം മണ്ണുണങ്ങും. പിന്നെ ഇത് വിട്ടുപോകത്തില്ല. മൂക്ക് വെച്ചു, ലിപ്സ് വെച്ചു. ഇനി കണ്ണ് പിടിപ്പിക്കാനുണ്ട്, ചെവിയുണ്ട്, പിന്നെ കാലിൽ ചെരുപ്പ് വേണം. ഇതൊക്കെ മമ്മി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മീശ വെച്ചു. അപ്പം നമ്മുടെ മാവേലിയുടെ പകുതി പണി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മമ്മി അതിൻ്റെ ലാസ്റ്റ് മിനുക്കുമണിയിലാണ് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മാവേലി തമ്പുരാൻ? തീർന്നിട്ടില്ല കേട്ടോ, ഇനിയാണ് പണി കിടക്കുന്നത്.
ഈ മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സ്, കൊട, മുണ്ട് ഇതെല്ലാം നമുക്ക് ഇതിലിങ്ങനെ ഒട്ടിച്ച് വെക്കണം. ഇപ്പോൾ കുട നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന കാർഡ്ബോർഡ് കൊണ്ടാണ്. എന്നിട്ട് അതിലൊരു കമ്പ് കുത്തിയിറക്കുക. എന്നിട്ട് അതിങ്ങനെ കയ്യിലോട്ട് അങ്ങനെ കൈയുടെ ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി, അതവിടെ ഒട്ടിയിരുന്നോളൂ. കുടയുടെ മുകൾ ഭാഗത്ത് കുറച്ച് കമ്പിൻ്റെ അവിടെ കുറച്ച് ഫെവിക്കോൾ തേച്ച് വെക്കുവാണെങ്കിൽ കുട ചാടിപ്പോകാതിരിക്കുമേ. കുട വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ മുണ്ടുടുപ്പിച്ചിട്ട് ഒന്ന് കുട വെക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ മുണ്ടെടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ മാവേലിയെ മുണ്ടുടുപ്പിക്കുക. മുണ്ടെടുത്തപ്പോൾ തന്നെ മാവേലിക്ക് ഒരു ഐശ്വര്യം വന്നല്ലേ. ഇത് പഴയ ഒരു സാരി മുറിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കുടയൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ചിട്ട് കാറ്റ് വന്നപ്പം ഈ കുട ചാടിപ്പോയേ. അപ്പം മമ്മി അവിടെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. മണ്ണുണങ്ങുന്ന വരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് എടുത്തുകൊണ്ട് നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മണ്ണ് ഉണങ്ങുന്ന വരെ നമ്മളിത് അനക്കാതെ വെക്കണം കേട്ടോ. കണ്ണൊക്കെ വരയ്ക്കുന്നത്, കണ്ണും ലിപ്സും മുടിയും ഒക്കെ നമ്മളിങ്ങനെ മീശയും എല്ലാത്തിനും കളർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ മാവേലി നല്ല സുന്ദരനായല്ലേ. കണ്ടോ, കുട വീണ്ടും ചാടിപ്പോയി കേട്ടോ. അതിന് നമുക്ക് ലാസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഫെവിക്കോളും കൂടെ തേച്ച് ഒട്ടിച്ച് വെക്കാവേ. മാവേലിയുടെ ഒരു കൈ നമ്മളെ ആശീർവദിക്കുന്ന പോലെയും മറ്റേ കൈ കുട പിടിക്കുന്ന പോലെ കേട്ടോ മമ്മി ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമ്മുടെ മാവേലിക്ക് എന്താ ഒരു കുറവ്? മാലയില്ല, കമ്മലില്ല അല്ലേ? അതിനും വഴിയുണ്ട്. നമ്മുടെ പഴയ കമ്മലും പഴയ മുത്തുമാലയൊക്കെ വെച്ച് നമ്മൾ മാവേലിക്ക് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മുടെ മാവേലി റെഡി ആയിട്ടുണ്ട്. ഈ കിരീടം ഉണ്ടാക്കിയത് കട്ടിപ്പേപ്പർ മുറിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ സ്വർണ്ണ നിറമുള്ള പേപ്പർ ഒട്ടിച്ചെന്നേ ഉള്ളേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.